ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പൂഞ്ഞാറിൽ വീണ്ടും കളമൊരുങ്ങിയിരിക്കുന്നത്. ഇടത് വലതു മുന്നണികൾ വിജയക്കൊടി പാറിച്ചിട്ടുള്ള മണ്ണ് PC ജോർജിലൂടെ പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. വികസന തുടർച്ചയ്ക്കായി ജനപിന്തുണ തേടി LDFും മണ്ഡലം വീണ്ടെടുക്കാൻ കരുക്കൾ നീക്കി UDFും രംഗത്തെത്തിയതോടെ ഇവിടെ കനത്ത പോരാട്ടം ഉറപ്പായി. ഏറെക്കാലം PC ജോർജിൻ്റെ മണ്ഡലമെന്നാണ് പൂഞ്ഞാർ അറിയപ്പെട്ടിരുന്നത്. PC ജോർജ് കൈവളയിൽ സൂക്ഷിച്ചിരുന്ന മണ്ഡലം 2021 അദ്ദേഹത്തെ കൈവിട്ടു. ഇത്തവണ ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വീണ്ടും PC ജോർജ് മത്സരത്തിനിറങ്ങുമ്പോൾ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും 1957-60 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ TA തോമനും 67-70 തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിലെ KM ജോർജും 77-ൽ കേരള കോൺഗ്രസിലെ തന്നെ VM ജോസഫും നിയമസഭയിലേക്ക് വിജയിച്ചു വന്നു. 80-ലെ തിരഞ്ഞെടുപ്പ് മുതൽ PC ജോർജും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി. 80-82 തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിനൊപ്പം നിന്ന് വിജയിച്ചു. 87-ൽ ജനതാദളിലെ NM ജോസഫിനോടും 91-ൽ കേരള കോൺഗ്രസ് എമ്മിലെ ജോയി എബ്രാഹത്തോടും PC ജോർജ് പരാജയപ്പെട്ടു. 96-ൽ വീണ്ടും വിജയിച്ച ജോർജ് 2021 വരെ MLA ആയി തുടർന്നു. 2016-ൽ കേരള ജനപക്ഷം സെക്യുലർ എന്ന പാർട്ടിക്ക് വേണ്ടി മുന്നണി ബന്ധങ്ങളില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചു. എന്നാൽ 2021-ൽ മുന്നണികളെ വെല്ലുവിളിച്ച് വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ 17,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ PC ജോർജിന്റെ പാർട്ടി പിന്നീട് BJPയിൽ ലയിച്ചതോടെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ BJPക്ക് ചെറുതല്ലാത്ത മുന്നേറ്റം കൈവരിക്കാനായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം മണ്ഡലത്തിലുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം തന്നെയാകും ഉണ്ടാവുക. സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും BJPക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞതും മണ്ഡലത്തിലുടനീളം വോട്ട് വിഹിതം ഉയർന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നും പൂഞ്ഞാർ തന്നെ. മുന്നണി ബന്ധങ്ങളില്ലാതെ തന്നെ ഇവിടെ വിജയം കൈവരിച്ചിട്ടുള്ള PC ജോർജ് BJPക്കൊപ്പം ചേർന്നതോടെ പൂഞ്ഞാറിൽ താമര വിരിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മുൻപ് BDJS സീറ്റായിരുന്ന പൂഞ്ഞാർ ഏറ്റെടുക്കാൻ BJPയെ പ്രേരിപ്പിച്ച ഘടകവും ഇതുതന്നെ. എന്നാൽ 2021-ലേതുപോലെ സാമുദായിക ധ്രുവീകരണമുണ്ടായാൽ BJPക്ക് വിജയം എളുപ്പമാകില്ല. ഇതിനെ മറികടക്കാൻ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ് BJP PC ജോർജിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ശക്തമായ പോരാട്ടത്തിന് ഇടതു വലത് മുന്നണികളും രംഗത്തുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം തുടർവിജയത്തിന് അടിസ്ഥാനമാകുമെന്നാണ് നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ഒപ്പം ഇടതുമുന്നണിയും അവകാശപ്പെടുന്നത്. എന്നാൽ പൂഞ്ഞാർ ഇത്തവണ വലത്തേക്ക് ചായുമെന്നാണ് UDFിൻ്റെ വാദം. മുന്നണികളുടെ അവകാശവാദങ്ങൾക്കിടയിലും ഒരു കാര്യം ഉറപ്പാണ്, പൂഞ്ഞാറിൽ ഇത്തവണയും പോരാട്ടം തീപാറും. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.